NRK ട്യൂട്ടോറിയൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും ഒരു ഇമേജിൽ എന്തെങ്കിലും ഒബ്ജക്റ്റിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രസ്സിൻ്റെയോ കളറ് എങ്ങനെ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതിന് നമ്മൾ ഈ ഒരു ഇമേജാണ് ഇപ്പോൾ സെലക്ട് ചെയ്തേക്കുന്നത്. നമുക്ക് കുറച്ച് ഓപ്ഷൻസാണ് ഈ ഒരു വർക്കിന് വേണ്ടി ആവശ്യം വരുള്ളൂ. ഇപ്പോൾ ഇവിടെ ഈ ഒരു സെക്ഷനിൽ നിന്ന് നമുക്കിവിടെ Hue and Saturation എന്നുള്ള ഓപ്ഷനും Selective കളർ എന്നുള്ള ഓപ്ഷനും ഉപയോഗിക്കാം. ഈ രണ്ട് ഓപ്ഷൻസ് നിങ്ങൾ പലരും ഇവിടെ ഇമേജിൽ അഡ്ജസ്റ്റ്മെൻറ്റിലും കണ്ടിട്ടുണ്ടാവും. ഇവിടെ നിന്ന് ഉപയോഗിക്കുന്നതും അവിടെ നിന്ന് ഉപയോഗിക്കുന്നതും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ നിന്ന് നമ്മളത് അപ്ലൈ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എഫക്റ്റ് നേരിട്ട് ഫോട്ടോയിൽ അപ്ലൈ ആവും. പിന്നെ നമുക്കത് എപ്പോഴേലും ചേഞ്ച് ചെയ്യണമെന്ന് തോന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് അങ്ങനെ തന്നെ അണ്ടു അടിച്ച് കളഞ്ഞിട്ട് എന്നിട്ട് വീണ്ടും ആദ്യം മുതൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ അതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറായിട്ട് എപ്പോഴും ഇതിൻ്റെ മുകളിലുണ്ടാവും. അതെപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എത്ര എഫക്റ്റുകൾ മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടായാലും നമുക്ക് പിന്നെയും വന്നിട്ട് ഇതിനെപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ചേഞ്ച് ചെയ്യുകയോ ഹൈഡ് ചെയ്യുകയോ അതിൻ്റെ വാല്യൂസ് മോഡിഫൈ ചെയ്യുക എന്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ഉപയോഗിക്കാനുള്ള കാരണം. ഇതിലിപ്പോൾ നമ്മൾ ആദ്യം ഉപയോഗിക്കാൻ പോകുന്നത് Hue and Saturation ആണ്. ഇപ്പോൾ ഈ കാണുന്ന മജന്ത കളർ ഡ്രസ്സിൻ്റെ കളറ് നമുക്ക് ഒരു യെല്ലോ ആക്കാൻ നോക്കാം. അപ്പോൾ നമ്മളിവിടെ Hue and Saturation ഓണാക്കാം. നമുക്കിവിടെ കാണാൻ പറ്റാവുന്നത് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാം. നമ്മളിപ്പോൾ ഇതിൽ ഉപയോഗിക്കേണ്ടത് ഇവിടെ മാസ്റ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ താഴത്ത് കുറച്ച് ഓപ്ഷൻസ് Hue ഉണ്ട്, സാച്ചുറേഷൻ, ലൈറ്റ്നസ്. Hue ആണ് കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. സാച്ചുറേഷൻ കളറിൻ്റെ ഉതിപ്പ് എത്രത്തോളം ഡള്ളായിട്ടുള്ള കളറായിരിക്കണം, അതല്ലെങ്കിൽ എത്രത്തോളം ഉദിച്ച് വെക്കുന്ന കളറായിരിക്കണം എന്നുള്ളതാണ് നമ്മളതിൽ സാച്ചുറേഷനിൽ കൊടുക്കുക. ലൈറ്റ്നസ് അത് എത്രത്തോളം ബ്രൈറ്റ് ആയാലും എത്രത്തോളം വൈറ്റിൻ്റെ അംശം വേണമെന്നുള്ളതാണ് അതിൽ വരാം. നമുക്കിവിടെ ചേഞ്ച് ചെയ്യേണ്ട കളർ മജന്തയാണ്. നമ്മളിവിടെ മാസ്റ്റർ എന്നുള്ള ഓപ്ഷൻ ഇട്ടിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോട്ടോയിലുള്ള എല്ലാ കളേഴ്സും അതുപോലെ ചേഞ്ച് ആയി പോവും. നമുക്ക് അങ്ങനെയല്ല വേണ്ടത്. നമുക്ക് മജന്ത മാത്രമാണ് ഇപ്പോൾ നിലവിൽ ചേഞ്ച് ആവേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുക, ഈ മാസ്റ്റർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കളറുകളുടെ ഒരു ലിസ്റ്റ് കിട്ടും. ഇത് വേറെ കളേഴ്സൊന്നും വരില്ല, ഇത്ര കളേഴ്സ് തന്നെയാണ് എപ്പോഴും കാണാം. അത് ഫോട്ടോഷോപ്പ് പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ RGB CMYK ഒക്കെ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നതാണ് ഏത് കളേഴ്സാണ് ഇതിൽ വന്നേക്കണേന്നുള്ളത്. നമ്മളിപ്പോൾ മജന്ത സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ Hue ആണ് കളർ മാറ്റാനുള്ള ഓപ്ഷൻ. നമുക്കിത് യെല്ലോ ആക്കാനായിട്ട് എവിടേക്ക് നീക്കേണ്ടി വരുന്നുള്ളത്, എത്രത്തോളം നീക്കേണ്ടി വരുന്നുള്ളത് നമ്മളിവിടെ നീക്കി കൊടുക്കുക. അത് നീക്കുന്നതോറും പല പല കളേഴ്സ് ഇതിൻ്റെ മുകളിൽ മിക്സായി വരികയാണ്. അവിടെ മജന്ത കണ്ടുവെന്ന് വെച്ചിട്ട് ആ മജന്ത എല്ലാം ഇങ്ങോട്ട് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് അവിടെ നീക്കാം. ഇപ്പോൾ നിലവിൽ +99 കൊടുക്കുമ്പോൾ ഇവിടെ ഒരു യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കാമെന്ന് വെച്ചാൽ ഇതിൽ എല്ലായിടത്തും മജന്ത കളർ തന്നെയാണ്. പക്ഷേ ഇവിടെയൊക്കെ ചെറിയ ചുവപ്പ് ഷെയ്ഡ് ഉണ്ട്, ഇവിടെ ലൈറ്റ് ഷെയ്ഡ് ഉണ്ട്. ആ ഒരു ഷെയ്ഡിങ്ങിൻ്റെ ബേസിൽ എന്ത് ചെയ്തു, കുറച്ച് ഭാഗങ്ങളിൽ മാത്രമാണ് ഈ കളർ വന്നുള്ളൂ. ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഈ നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത കളർ വന്നിട്ടില്ല. അപ്പോൾ അത് ബാക്കിയുള്ള ഏരിയകളിലും വരുത്താനായിട്ട് നമ്മൾ ഈ സെറ്റ് ചെയ്ത് വെച്ചാൽ ഇപ്പോൾ +114 ആക്കിയിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ആ കളറ് ബാക്കിയുള്ള ഏരിയകളിലും കൂടി വരണം. അപ്പോൾ ഇവിടെ ഉണ്ടാകണത് ചെറുതായിട്ടൊരു റെഡ് ഇതിൽ കൂടുതലുണ്ട്. അത് ബാക്കിയുള്ളിടത്തും കൂടുതലുണ്ടാവാം, അതുകൊണ്ടായിരിക്കും അവിടെ വരാത്തത്. നമുക്കത് എന്ത് ചെയ്യാം, ഇവിടെ നോക്കാമെന്ന് വെച്ചാൽ ഈ കളർ വന്നേക്കണ റേഞ്ച് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് കുറച്ചും കൂടി റെഡുള്ള ഏരിയയ്ക്കും കൂടി വരാം എന്നുള്ളത് ഇവിടെ നൈസായിട്ട് നമുക്കിങ്ങനെ നീക്കി കൊടുക്കാം. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധം എല്ലാ ഏരിയകളിലും ഇത് അപ്ലൈ ആയിട്ടുണ്ട്. ഓക്കെ, ഇത്ര സിമ്പിളായിട്ട് നമുക്കിതിൽ കളർ ചേഞ്ച് ചെയ്യാം. നമ്മൾ നേരത്തെ കൊടുത്ത ഓപ്ഷൻ എന്ത് ചെയ്തു, കുറച്ച് ഭാഗങ്ങളിൽ മാത്രം അവിടുത്തെ ലൈറ്റിങ്ങിൻ്റെ അവിടുത്തെ കളറിൻ്റെ ആക്യുറസി നോക്കിയിട്ട് അവിടെ മാത്രം അപ്ലൈ ആയി. അത് നമ്മൾ എന്ത് ചെയ്തു, ഇത്രത്തോളം ഗ്യാപ്പ് ഇവിടെ വരേണ്ടത് ചെറുതായിട്ട് ഇവിടെ നിന്ന് വൈഡാക്കി കൊടുത്തു. അത് റെഡിയായി. ഇവിടെ ബ്ലൂ ആണ് ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും നീക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ ബ്ലൂ ആയിരുന്നില്ല, അതുകൊണ്ട് നമ്മൾ ആ സൈഡിലേക്കാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തത്. ഓക്കെ, ഇപ്പോൾ ഇത്രയാണ് നമുക്കിതിൽ വൈറ്റ് യെല്ലോ കളർ ആക്കാനായിട്ട് ആവശ്യം വന്നുള്ളൂ. ഇനിയിപ്പോൾ ഈ കളറിന് കുറച്ചും കൂടി ഒറിജിനാലിറ്റി തോന്നണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള സാച്ചുറേഷനും ലൈറ്റ്നസ്സും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ഡ്രസ്സിനൊക്കെ ഈ വെളിച്ചം അടിച്ച് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ മോണിറ്റേഴ്സിനോ പ്ലാസ്റ്റിക്കിൽ നിന്നോ വരുന്ന പോലെ അത്ര ഉതിപ്പുണ്ടാവണമെന്നില്ല. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സാച്ചുറേഷൻ കുറച്ച് കുറയ്ക്കുക, ലൈറ്റ്നസ് കുറച്ച് ഡാർക്ക് ആക്കണമെന്ന് വെച്ചാൽ ഡാർക്ക് ആകാം. അങ്ങനെ എന്ത് ചെയ്യാം, നമുക്ക് കുറച്ചുകൂടി നാച്ചുറലായിട്ടുള്ള കളർ അതിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയേക്കണ യെല്ലോ കളർ.
ഇനി നമുക്കിതിൽ എന്ത് ചെയ്യാം, അടുത്ത കളറ് ബ്ലൂ കളർ കൊടുത്തു നോക്കാം. ബ്ലൂ കളർ കൊടുക്കാനായിട്ട് ഇപ്പോൾ നിലവിലുള്ള ഓപ്ഷൻ ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മളിവിടെ ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ ഡിലീറ്റ് ആയിട്ടില്ല, ഡിലീറ്റ് ചെയ്തു. തിരിച്ച് സാധാ കളറിലേക്ക് തന്നെ വന്നു. നമ്മൾ വീണ്ടും ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ അപ്ലൈ ചെയ്യുകയാണ്. മജന്ത തന്നെ എടുക്കുകയാണ്. ഇവിടുന്ന് ബ്ലൂ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നേരത്തെ പോലെ തന്നെ. പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നു, നമ്മൾ കുറച്ചും കൂടി ഈ ഏരിയയ്ക്ക് കൂടി അപ്ലൈ ആവണം. അങ്ങനെ കൊടുക്കുമ്പോൾ ബ്ലൂ കളർ വന്നു. പക്ഷെ നമ്മളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ ഇപ്പോഴും മജന്തയുടെ ഷെയ്ഡ് പലയിടത്തും ഉണ്ട്. ഇവിടുത്തെ കളർ നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നല്ല രീതിക്കല്ല അപ്ലൈ ആയേക്കണത്. അവിടെയുള്ള എന്താ പറയുക, ഭയങ്കര കോൺട്രാസ്റ്റ് ഭയങ്കര ഓവറായ പോലെയാണ് അത് അപ്ലൈ ആയേക്കണത്. അപ്പോൾ അത് അത്ര നല്ലതല്ല. നമുക്ക് അതിനെ ബ്രൈറ്റ് ആക്കാൻ നോക്കിയാലും സാച്ചുറേഷൻ കുറയ്ക്കാൻ നോക്കിയാലും അതത്ര വൃത്തിയാവില്ല. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യാം, ഈ ഒരു ഓപ്ഷൻ ഇവിടെ കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെയുള്ള സെലക്റ്റീവ് കളർ ഒന്ന് കൊടുത്തിട്ട് ഈ കളറിനെ ഒന്നും കൂടി ഒന്ന് വ്യത്യാസമാക്കിയിട്ട് ചെറിയൊരു ചേഞ്ച് കൊടുത്തിട്ട് എന്നിട്ട് നമുക്കത് അവിടെ യൂസ് ചെയ്ത് നോക്കാം. ഇവിടെ എന്ത് ചെയ്യാം, മജന്താസ് നമ്മളിവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഞാൻ മുമ്പ് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടായി അതിൻ്റെ ആയിരുന്നു. ഇവിടെ എന്ത് ചെയ്യണം, മജന്ത ഞാനിതിൽ കുറച്ചും കൂടി ഒരു റോസ് ഷെയ്ഡൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നമ്മളിവിടെ ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ ഒന്നും കൂടി അപ്ലൈ ചെയ്യാണ്. നമ്മൾ കൊടുത്ത സെലക്റ്റീവ് കളേഴ്സിൻ്റെ ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇതിൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂസ് എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. മജന്ത -80. ഇനി നമ്മളിവിടെ ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ വീണ്ടും എടുത്തു. അതിലെന്ത് ചെയ്തു, അതിൽ നമ്മൾ സാധാരണ പോലെ തന്നെ മജന്തയിൽ പോയാൽ ഇപ്പോൾ റെഡി ആവണമെന്നുള്ളതും കൂടി ആലോചിക്കണം. എന്ന് വെച്ച് ഇത് കുറച്ചും കൂടി ഒരു റെഡിൻ്റെ ഷെയ്ഡൊക്കെ ആയിട്ടുണ്ട്. നമുക്കിവിടെ ബ്ലൂ കളർ ആക്കാൻ നോക്കുമ്പോൾ എന്തുണ്ടാവണേ, നമുക്ക് കാണാൻ നേരത്തെ അപ്ലൈ ആയ പോലെ ബ്ലൂ അവിടെ അപ്ലൈ ആവണില്ല. യെല്ലോ ചെറുതായിട്ട് വരണുണ്ട് ഇതിവിടെയൊക്കെ, പക്ഷേ ബ്ലൂ അത്രയ്ക്ക് അപ്ലൈ ആവണില്ല. അതിന് കാരണം ഇതാണ്, നമ്മൾ സെലക്റ്റീവ് കളറിൽ പോയിട്ട് നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ ഈ മജന്തയിലുള്ള മജന്തേനെ തന്നെ കുറച്ചു. അപ്പോൾ അതിന് ബാക്കി റിസൾട്ട് ഉണ്ടായിട്ടുണ്ടാവുക ഇവിടെ യെല്ലോ ഉണ്ട്, സയാനുണ്ട്. അപ്പോൾ ആ രണ്ട് കളറുകളുടെ മിക്സ് ആയിരിക്കും ഇവിടെ ഉണ്ടായിട്ടുണ്ടാവുക. നമുക്ക് കാണുമ്പോൾ തന്നെ കുറച്ച് റെഡ് അതിൽ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും കൂടിയ പോലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കളറ് സാച്ചുറേറ്റഡ് ആയതല്ല, കളറിൻ്റെ വാല്യൂസ് ചേഞ്ച് ആയി. നേരത്തെ ഉണ്ടായിരുന്ന മജന്തയുടെ വാല്യൂ കുറവാണ്, കുറച്ചും കൂടി ഭയങ്കര ബ്രൈറ്റ് എന്ന് വെച്ചാൽ ഡള്ളായിട്ട് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു റെഡ് വന്ന പോലെയാണ് തോന്നുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം, മാസ്റ്റർ എടുത്തിട്ട് അതിൽ റെഡ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിവിടെ ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ബ്ലൂ കളർ വരണുണ്ട്. ഇപ്പോൾ ഇവിടെ നിലവിൽ കാണുന്ന ബ്ലൂ കളർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അത്ര നേരത്തെ കണ്ട പോലത്തെ ഇഷ്യൂസ് തോന്നണില്ല. കോൺട്രാസ്റ്റ് ഭയങ്കര ഓവറായ പോലത്തെ ഇഷ്യൂസ് തോന്നണില്ല. പക്ഷേ നമുക്ക് വലിയൊരു പ്രശ്നം പറയാനായിട്ട് നമ്മുടെ ഈ ഫേസ്, ഇവിടെയുള്ള ചുറ്റുമുള്ള സ്ഥലങ്ങൾ, ഇതിലൊക്കെ നമുക്ക് എന്ത് തോന്നും, ഈ കളറ് അപ്ലൈ ആയിട്ടുണ്ട്. അതൊക്കെ പല വിധത്തിൽ അവിടെയൊക്കെ കാണുന്നുണ്ട്. നമുക്കിതൊന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യാം, ഈ ഫേസിലൊക്കെ കുറച്ചും കൂടി യെല്ലോ ആണ് ഉണ്ടാവുക. നമ്മൾ സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. ഇവിടെയൊക്കെ നേരത്തെ കുറച്ചും കൂടി യെല്ലോ ഷെയ്ഡാണ് കണ്ടത്. യെല്ലോ മാത്രമല്ല, അതിൽ തനി യെല്ലോ ആയിട്ട് ഇരിക്കില്ല, യെല്ലോ റെഡൊക്കെ മിക്സായ ഒരു പ്രത്യേക കളറിലായിരുന്നു. അപ്പോൾ അതിലെന്തുണ്ട്, ഓൾറെഡി നമ്മുടെ യെല്ലോയുടെ മിക്സ് ഉണ്ട്. അപ്പോൾ ആ യെല്ലോയുടെ ഏരിയയ്ക്ക് അത് പോകണ്ടെന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യാം. അവിടെ നിന്ന് നമ്മളത് ഇങ്ങോട്ട് നീക്കും തോറും എന്ത് വരും, ആ ഏരിയകളിൽ നിന്ന് ഈ കളറ് കുറഞ്ഞ് വരും. നമുക്കിത് പരമാവധി നമ്മുടെ ഡ്രസ്സിൽ മാത്രം വരുന്ന പോലെ നമുക്കിതിനെ ഇവിടെ നിന്ന് നീക്കി അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇത്രയാണ് നമുക്കിതിൽ ചെയ്യാനുള്ളത്. ഇനിയിപ്പോൾ എവിടെയെങ്കിലും കുറച്ച് കളേഴ്സ് ബാക്കി അവിടെ ഇവിടെയൊക്കെ നിൽക്കാം. അത് നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് തീരെ സിമ്പിളായിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. നമുക്കിവിടെ ഒരു ബ്രഷ് ടൂളുണ്ട്, അല്ലെങ്കിൽ സെലക്ഷൻ ടൂളുകളുണ്ട്. സെലക്ഷൻ ടൂളുകളിലേക്ക് ട്യൂട്ടോറിയൽ ചാനലിൽ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ബ്രഷ് ടൂൾ ഇട്ടിട്ടില്ല, അടുത്ത് തന്നെ ഇടാം. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഈ ഇത്രയും ഭാഗങ്ങളിൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ബ്ലാക്ക് കളർ ഫില്ല് ചെയ്യാം. ബ്ലാക്ക് കളർ ഫില്ല് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ആലോചിക്കുക, മാസ്കിനെ കുറിച്ച് അറിയാത്തവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ട്യൂട്ടോറിയൽ ചാനലിലുണ്ട്. സെലക്ഷൻ്റെ കൂട്ടത്തിലായിരിക്കും. ഇട്ടിട്ടില്ലെങ്കിൽ ഞാൻ തൊട്ടടുത്ത വീഡിയോകളിലായിട്ട് അത് ആഡ് ചെയ്യണതായിരിക്കും. അപ്പോൾ മാസ്കാണ് നമ്മൾ ആഡ് ചെയ്യണത്, അല്ലാതെ ഇതിൽ നേരിട്ട് നമ്മൾ ബ്ലാക്ക് ഫില്ല് ചെയ്യാൻ പോണില്ല. ഇവിടെ ഈ ഓപ്ഷൻ്റെ സൈഡിൽ മാസ്ക് കാണണം. ഈ രണ്ട് ഓപ്ഷനും കൂടി നമുക്കൊന്ന് ഗ്രൂപ്പ് ചെയ്യാം. അതിന് വേറൊരു മാസ്ക് ഇവിടെ നിന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് മാസ്കിൻ്റെ ബട്ടൺ.
അങ്ങനെ ചെയ്യണതാണ് എളുപ്പം. അല്ലെങ്കിൽ 2 ഓപ്ഷൻ ഏത് ഓപ്ഷനിലാണ് ഇത് കൂടുതൽ വന്നതെന്ന് നോക്കിയിട്ട് നമ്മൾ ഓരോന്നിനും സെപ്പറേറ്റ് കൊടുക്കേണ്ടി വരും. ഇതാകുമ്പോൾ ഓപ്ഷൻസിന് എല്ലാത്തിനും ഒരുമിച്ച് നമുക്ക് മാസ്ക് ചെയ്യാം. മാസ്ക് ചെയ്യാന്ന് വെച്ചാൽ സിമ്പിളായിട്ട് അവിടെയുള്ള ഭാഗങ്ങൾ ഹൈഡും അൺഹൈഡും ആണ് നമ്മൾ ചെയ്യണത്. ബ്ലാക്ക് കൊടുക്കുന്ന ഭാഗങ്ങൾ ഹൈഡ് ആവും. ഇപ്പോൾ ഞാൻ ഇവിടെ നിലവിൽ ബ്ലാക്ക് കൊടുക്കുകയാണ്. ബ്രഷ് ടൂളാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ബ്ലാക്ക് ഫില്ല് ചെയ്താൽ മതി എന്ന് വെച്ചാൽ അങ്ങനെയും ചെയ്യാം. എന്ത് ചെയ്യണു, ബ്രഷ് ടൂൾ എടുത്തു കഴിഞ്ഞാൽ ഈ മാസ്ക് ഇവിടെ സെലക്റ്റഡ് ആണ്. അവിടെ ഈ കോർണറിൽ ഈ വൈറ്റ് ലൈൻസ് ഉണ്ടോ എന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇവിടെ നിന്ന് ബ്രഷ് ടൂൾ എടുത്തിട്ട് ജസ്റ്റ് എവിടേക്കാണ് ഈ ബ്ലൂവിൻ്റെ അംശം ബാക്കിയുള്ള അവിടെയൊക്കെ നമ്മൾ ബ്ലാക്ക് കളർ ബ്രഷ് ചെയ്യണം. ബ്ലാക്ക് കളർ ബ്രഷ് ചെയ്യണത് പ്രത്യേകം വീണ്ടും വീണ്ടും ശ്രദ്ധിക്കുക. നമ്മൾ ഒരിക്കലും ഇതിൽ അല്ല ബ്രഷ് ചെയ്യണത്. ഇതിൻ്റെ ഈ മാസ്കിൻ്റെ ഉള്ളിൽ, അതായത് ഈ എഫക്റ്റുകളുടെ മാസ്കിൻ്റെ ഉള്ളിലാണ് നമ്മൾ ബ്രഷ് ചെയ്യണത്. അപ്പോൾ ഇവിടെ കുറച്ചുണ്ട്, അവിടെ ബ്രഷ് ചെയ്തു. വീഡിയോ ക്ലിയർ ആയില്ലെങ്കിൽ ഒന്നും കൂടി കണ്ടു നോക്കുക. എന്നിട്ടും ക്ലിയർ ആയില്ലെങ്കിൽ കമൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് പറഞ്ഞു തരാവുന്നതാണ്. അപ്പോൾ ഇതെവിടെയൊക്കെയാണ് നമ്മൾ ഈ കളറുകൾ ഇനി ആവശ്യമില്ലാതെ കാണുന്നത് അവിടെയൊക്കെ പോയിട്ട് നമുക്കിത് എന്ത് ചെയ്യാം, ഈ ബ്ലാക്ക് കളർ സിമ്പിളായിട്ട് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിൽ കുറച്ച് ഭാഗങ്ങൾ അവിടെ ഇവിടെയൊക്കെ ബാക്കിയുണ്ടാവും. നിങ്ങളത് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇത്രയും കാണിച്ച് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, അടുത്തൊരു ട്യൂട്ടോറിയലിൽ നമുക്ക് വേറെ എന്തെങ്കിലും സബ്ജക്റ്റുകളായിട്ട് കാണാം. ഫോട്ടോഷോപ്പിൻ്റെ കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ ചാനലിൽ അപ്ലോഡ് ചെയ്യണതായിരിക്കും. കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്തിട്ടില്ല. അടുത്ത് തന്നെ ബാക്കിയുള്ള വീഡിയോസ് അതിൽ അപ്ലോഡ് ചെയ്യണതായിരിക്കും.